എന്തുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ദൃശ്യം 3 100 കോടി അടിച്ച സന്തോഷകരമായ വാർത്ത നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ശനിയാഴ്ച ദിവസത്തെ ട്രാക്കിംഗ് വേൾഡ് വൈഡ് കളക്ഷൻ എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ശനിയാഴ്ച ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് 8,25,00,000 രൂപയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് 9.5-10 കോടി റേഞ്ചിലേക്ക് ഇന്നത്തെ കളക്ഷൻ, കേരള കളക്ഷൻ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് 30 കോടി രൂപ കേരള കളക്ഷനായിട്ട് എത്തുന്നു. വേൾഡ് വൈഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 35 കോടി രൂപയാണ്. ഇന്നലത്തേനെ അപേക്ഷിച്ച് മികച്ച വർധനവാണ് ഇന്ന് കാണാൻ. ഇന്നലെ 33,25,00,000 രൂപയാണെങ്കിൽ ഇന്ന് അത് 35 കോടിക്ക് മുകളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 110-120 റേഞ്ചിലേക്ക് ഈ ചിത്രം നാളെ കൊണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഞായറാഴ്ച ഒരുപക്ഷെ 150 കോടി കടക്കാനും സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷൻ്റെ പുതിയ തരംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏകദേശം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ 20,000-ന് മുകളിലാണ് ടിക്കറ്റ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഞായർ കഴിഞ്ഞ് തിങ്കള വരുന്നതും തിങ്കളാഴ്ച ഇതിൻ്റെ ഈ ദൃശ്യം 3യുടെ കളക്ഷൻ കേട്ട് അന്തിച്ച് കുന്തം വിഴുങ്ങി നിൽക്കുന്ന ചിലരുണ്ട്. എന്താണ് ഈ കാണുന്നത്? ഇങ്ങേരുടെ 5ാമത്തെ 100 കോടി, ഇങ്ങേര് തൊടുന്നതെല്ലാം പൊന്നാക്കിയാണല്ലോ എന്ന് ഇരിക്കുന്ന ചിലരുണ്ട്. പക്ഷേ ഉള്ളാലെ ഇങ്ങനെ പറയുമെങ്കിലും പുറമേ പറയുന്നത് ദുഷിച്ചേ പറയത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരുടെ മനസ്സിലേക്കുള്ള ചിന്ത എന്ന് പറയുന്നത്, ശനി ഞായറും ഒക്കെ കളക്ഷൻ കയറും, തിങ്കളാഴ്ച ആകുമ്പോഴത്തേന് എല്ലാം ഇടിഞ്ഞ് പാളിഷായിപ്പോവും എന്ന് പറഞ്ഞവർക്ക് ഒരു തിരിച്ചടി കേട്ട് കിട്ടുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്നത്തെ ഈ സമയത്ത് തിങ്കളാഴ്ച ദിവസത്തെ പ്രീഫെയിൽ പോലും 1 കോടി കടന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ബുക്കിംഗും ഒക്കെ നോക്കുമ്പോഴത്തേന് നാളത്തേക്കല്ല, മറ്റന്നാളത്തേക്കും തിങ്കളാഴ്ചത്തേക്കും ചൊവ്വാഴ്ചത്തേക്കും ബുധനാഴ്ചത്തേക്കും എല്ലാമാണ് ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ, ഏകദേശം 3 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പനയായിരിക്കും ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായിട്ട് നടക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് ബുക്ക് മൈ ഷോയിലൂടെ മാത്രമല്ല ടിക്കറ്റ് വിൽക്കുന്നത്, ബാക്കി എത്രയോ സോഴ്സിൽ കൂടെ ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. നേരിട്ട് പോയി എടുക്കുന്നവരുണ്ട്. പക്ഷേ ആധികാരികമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ബുക്ക് മൈ ഷോയിലൂടെയുള്ള ടിക്കറ്റ് വിൽപ്പനയാണ്. അത് ഇന്നും 25,000, 20,000, 23,000, 22,000 ആ റേഞ്ചിൽ തന്നെയാണ്. രാവിലെ ഒരു സമയത്ത് 15,000 ഒക്കെ വന്നപ്പം ഈ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്തവർ അല്പം സന്തോഷത്തിലൊക്കെ ആയിരുന്നു. ഇടിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ എന്നെ കൊണ്ട് ഞെട്ടിപ്പിച്ചാണ് ഉച്ചയായപ്പോഴത്തേന്, അത് വൈകുന്നേരം ആയപ്പോഴത്തേന് 20,000 ഒക്കെ കിടക്കുന്ന കണ്ട്. അപ്പോൾ 20,000ത്തേക്ക് സ്റ്റഡിയായിട്ട് നിൽക്കുന്നു. അപ്പം നാളെ ഒരു തൂക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. പിന്നെ തിങ്കളാഴ്ച വരട്ടെ, കണ്ടു തന്നെ അറിയാം. ഒരു കാര്യം ഉറപ്പുണ്ട്, 200 കോടി നിശ്ചയമായിട്ടും ഈ ചിത്രം നേടുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. പിന്നെ അതിനു മുകളിലേക്ക് എത്ര കയറ്റം കയറും എന്നുള്ളത് വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് പറയാം. അപ്പം ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.